ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയുക, സ്തോത്രം, നിന്റെ ലൈഫിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുന്നതാ. സ്തോത്രം. നിന്നെ ഒത്തിരി പേര് തോപ്പിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടും അവർ തോറ്റു തുന്നം പാടിയതല്ലാതെ നീ തോക്കാത്ത എന്നാ നിന്റേതല്ലാത്ത ഒരു ക്രിസ്തുവിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുക. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. 2 Corinthians chapter 12 verse 9 to 10 നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോട് എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. മതി. ധന്യനായ പൗലോസ് കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതിയപ്പോൾ തനിക്ക് സർവശക്തനായ ദൈവം തന്ന അനുഭവങ്ങൾ 12-ാം അധ്യായത്തിൽ താൻ എഴുതിയിരിക്കുന്ന ഭാഗത്തെ 2 വാക്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ധ്യാനത്തിനായി വായിച്ചത്. വേദപുസ്തകത്തിലെ ഈടുറ്റ വാക്യങ്ങളിൽ 2 വാക്യങ്ങളാണ് ഈ വാക്യങ്ങൾ. ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ട ആത്മീക സന്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. പൗലോസ് എന്ന മനുഷ്യൻ 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ട ആത്മീക അനുഭവങ്ങളെക്കുറിച്ച് ഈ 12-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. നമുക്ക് ഈ ഭാഗത്തേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരാം. അതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ പറയുകയാണ്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. സ്തോത്രം. സാത്താൻ്റെ ഒരു ദൂതനെ കുത്താൻ ഏൽപ്പിച്ചേക്കാണെന്ന് അവിടെ വെളിപ്പെടുത്തുന്നത്. ഇപ്പം സാമ എൻ്റെ കയ്യിൽ ഒരു കോമ്പസ് കൊണ്ട് കുത്തിയാൽ, പക്ഷേ കുത്താൻ പോവുകയാണേ കുത്തുമെന്ന് പറഞ്ഞാൽ കുത്തത്തും. പക്ഷെ സാത്താൻ കുത്തിയാൽ ഒരു മയവും ഇല്ല. എന്താണ് ഇതിൻ്റെ ആത്മീക ആശയമെന്ന് വെളിപ്പെടുത്തിയാൽ, സർവശക്തനായ ദൈവം പൗലോസിനെ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് സന്ദർശിക്കുന്ന സംഭവം എഴുതിയിട്ടുണ്ട്. അവിടെ ദൈവ സന്ദർശനത്തിൽ വാഹനമൃഗത്തിൻ്റെ മുകളിൽ നിന്ന് പൗലോസ് താഴെ വീണപ്പോൾ പൗലോസിൻ്റെ തലയ്ക്ക് ക്ഷതമേറ്റെന്നും പൗലോസിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടായെന്നൊക്കെയാണ് വേദപണ്ഡിതാക്കളുടെ നിഗമനം. ആ രോഗാവസ്ഥയാണ് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. സ്തോത്രം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ദൈവമക്കളോട് ഞാൻ പറയാം, നല്ല വെളിപ്പാടുള്ളവർക്കായി സ്തോത്രം ചെയ്യുക. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് സാത്താൻ്റെ ഒരു ദൂതൻ എന്നെ കുത്തുകയാണ്. എന്നിട്ട് പൗലോസ് പറഞ്ഞു, ഞാൻ 3 വട്ടം ഇത് മാറിപ്പോകാൻ ദൈവത്തോട്. വാക്യം ഒന്ന് വായിക്കാം. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. 3 വട്ടം ഞാൻ പ്രാർത്ഥിച്ചു. എന്തുവാ? ഇത് എന്നെ ഒന്ന് വിട്ട് നീങ്ങേണ്ടത്. ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം പറയാം. പൗലോസ് തൻ്റെ കാര്യത്തിന് വിടുതൽ കിട്ടാൻ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ നടന്നില്ലെങ്കിലും താൻ പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി പേർ സൗഖ്യമായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു വിഷയത്തിന് വിടുതൽ ലേറ്റായി എന്ന് കരുതി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആർക്കും വിടുതൽ കിട്ടത്തില്ലെന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്ക് പ്രശ്നമുള്ളപ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വിടുതലുകൾ കിട്ടും. സ്തോത്രം. പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചു ഇതൊന്ന് ഒഴിഞ്ഞു പോകാൻ. അപ്പം തുടക്കത്തിലേ പറയുക, ചില രോഗങ്ങൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ മാറിയില്ലെന്ന് വരും. സ്തോത്രമൊക്കെ പോയോ?
ചിലത് പ്രാർത്ഥിച്ച അന്നേരം മാറിയെന്ന് വരും. പക്ഷേ പൗലോസിനോട് ദൈവം പറയുക, 3 വട്ടം പ്രാർത്ഥിച്ചിട്ടും രോഗം മാറാതിരുന്നപ്പോൾ പറയുക, രോഗം അവിടെ ഇരുന്നോട്ട്, എൻ്റെ കൃപ അതിൻ്റെ മേലുണ്ട്. സ്തോത്രം. നമ്മുടെ ചിന്തകൾ മനസ്സിലോട്ട് കൊണ്ടിരിക്കുക. നിന്റെ ചില പ്രശ്നങ്ങളുടെ മേൽ ഇന്ന് കൃപ ഇറങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഒരു ബോംബ് ഒരു സ്ഥലത്ത് വെച്ചേക്കുക, ടൈം ബോംബാ. 35 അല്ലെങ്കിൽ 45 സെക്കൻഡ് കഴിയുമ്പോൾ അത് പൊട്ടും. പക്ഷേ ആ ബോംബ് നിർവീര്യമാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ബോംബ് അവിടെ ഇരിക്കുന്നതും ഈ മൈക്രോഫോൺ ഇവിടെ ഇരിക്കുന്ന ഒരുപോലെ ഉള്ളൂ. സ്തോത്രം. പണ്ടൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമുക്ക് ഈ പല്ലുവേദന വരുമ്പോൾ ഈ പിള്ളേരുടെ പല്ല് പറിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? പിള്ളേർ അമ്മ അടുക്കലോട്ട് നിർത്തി, മോനെ 1 2 3 4 5 ഒറ്റത്തള്ള് പല്ല്. അയ്യോ, ആരും പല്ല് പറിച്ചിട്ടില്ലാത്തവരെല്ലാം കൂടെ എന്നെ നോക്കി അല്ലേ? അങ്ങനെയൊക്കെ ഇല്ലയോ? പറിച്ചിട്ടില്ലയോ ആരും? പിന്നെ പ്രായമുള്ളവരുടെ പല്ല് അങ്ങനെ പറിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. ഇവിടെ പോയി ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്ത് അല്ലയോ പല്ല് പറിച്ച് വേറൊരു സ്ഥലത്ത് നമ്മുടെ പല്ലിൻ്റെ അളവൊക്കെ എടുത്ത് വേറെ പല്ല് ആവശ്യമുള്ളപ്പം മേപ്പോട്ടും താപ്പോട്ടും ഒക്കെ വെച്ചോണം. പറഞ്ഞിട്ടുണ്ട്, ഉപ്പേരി കടിക്കരുത്, ചിക്കൻ കടിച്ചോണം, എല്ലെ കടിക്കരുത്. എല്ലെ കടിച്ചാൽ ഇത് 2 പോവും. അത് പണ്ട്. ഇപ്പം അതൊക്കെ നിർത്തി. ഇപ്പം പല്ലുമാറ്റി വെപ്പൊന്നുമില്ല. നമ്മുടെ ഈ പല്ലിന് പ്രശ്നമുണ്ട്. ഈ പല്ലിൻ്റെ മുഴുവൻ വേരും കട്ട് ചെയ്ത് വെച്ച് പുള്ളി അവിടെ നിർത്തും. ചാകുന്നിടം വരെ അവിടെ ഇരിക്കും. പൗലോസ്, നിങ്ങൾ ശ്രദ്ധിക്കണം, പൗലോസ്, നിന്റെ ശരീരത്തിൽ രോഗമുണ്ട്, പക്ഷെ അതിൻ്റെ മുകളിൽ എൻ്റെ കൃപ നിൽക്കുക. സ്തോത്രം. അപ്പൊ രോഗം സൗഖ്യമായില്ലേലും ടെൻഷൻ എടുക്കണ്ട, കൃപ അതിൻ്റെ മേലുണ്ട്. മനസ്സിലായവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട്, നീ പ്രാർത്ഥിച്ചിട്ട് നിന്റെ രോഗം മാറാത്തത് നീ പാപിയായിട്ടല്ല, നിന്റെ രോഗത്തിന്മേലൊരു കൃപ ഇരിക്കാനാ. ഒരു നല്ല അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഇനിയും താഴോട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. സ്തോത്രം. ഈ എന്നിട്ട് താഴത്തെ വാക്യം കൂടെ വായിച്ചാൽ നമുക്ക് അപ്പോഴേ ഈ ദൂത് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഈ പൗലോസ് പറയുക, ഞാൻ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും എന്ന് പറഞ്ഞാൽ രോഗം വന്നതിനായി സ്തോത്രം. അതിൻ്റെ കാരണം എന്താ? ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കാൻ ഇത് കാരണമായി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയുക, സ്തോത്രം. നിൻ്റെ ലൈഫിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുന്നതാ. സ്തോത്രം. നിന്നെ ഒത്തിരി പേര് തോപ്പിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടും അവർ തോറ്റു തുന്നം പാടിയതല്ലാതെ നീ തോക്കാത്ത എന്നാ, നിൻ്റേതല്ലാത്ത ഒരു ക്രിസ്തുവിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുക. ഇനി നമുക്ക് പറ്റുന്നൊരു മണ്ടത്തരം പറയാം, അതിനോട് പിണങ്ങൊന്നും ചെയ്യരുത്. ഒത്തിരി കൈയടിക്കുന്നവർക്ക് ഒത്തിരി ശക്തിയും, 2 കസേരയുടെ മറിച്ചാൽ ഉഗ്ര ശക്തിയാണ്. അങ്ങനല്ല ശക്തി. ക്രിസ്തുവിൻ്റെ ശക്തി ആവസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പം ചില രോഗത്തെക്കുറിച്ചുള്ള ആശങ്ക അങ്ങ് വിട്ടേരെ. ഒന്നീ സൗഖ്യമാകും, അല്ലെ കൃപ തരും. രോഗത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ, പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ, പോരാട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ. ഒന്നീ വിടുതൽ തരും, അല്ലെങ്കിൽ കൃപ തരും. 2-1 ഉറപ്പാ. ഒന്നീ രോഗസൗഖ്യം തരും, അല്ലെ എന്തോ തരും? കൃപ തരും. ഞാനൊരു വെളിപ്പാട് നിന്നോട് പറയാം, ഒന്നീ സൗഖ്യം തരും, അല്ലെ കൃപ തരും. ഒന്നുറക്കെ പറയാം, ഒന്നീ സൗഖ്യം തരും, അല്ലെ കൃപ തരും. അടുത്തിരിക്കുന്ന ആളത്തോട് നോക്കി വെച്ച് പറ, ഒന്നീ സൗഖ്യം തരും, അല്ലെ കൃപ തരുമെന്ന് പറ. ഒരാമീൻ വരുന്നില്ല. അപ്പം ഒരു കാര്യം മനസ്സിലായോ? രോഗത്തിന് നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല. എത്ര പേര് ആമീൻ പറയും? എത്ര രോഗം നിന്റെ ശരീരത്തിലുണ്ടെങ്കിലും ഒന്നിൽ ഈ പ്രാർത്ഥനയിൽ സൗഖ്യം കിട്ടും, അല്ല ഈ പ്രാർത്ഥനയിൽ കൃപ ഇറങ്ങും.
സൗഖ്യമോ കൃപയോ ഈ ദിവസങ്ങൾ ഇറങ്ങാൻ പോവുക. ഇപ്പൊ പൗലോസ് പറയാ, ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുക. സ്തോത്രം. കാരണം ഈ റോമർക്ക് പൗലോസ് ലേഖനം എഴുതിയ ഭാഗത്ത് 8-ാം അധ്യായത്തിൽ ഈ ലേഖനങ്ങളാ വെളിപ്പാടുകളുടെ കലവറ. ഈ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ വായിച്ചാൽ എത്രത്തോളം ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ ഗ്രഹിക്കാം. 8-ാം അധ്യായം 26-ാം വാക്യം, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. കേട്ടോ, നീ ബലഹീനനായാൽ ഈ ആത്മാവ് നിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. ചിലക്ക് നിനക്കാരുണ്ടാ? എനിക്ക് ദൈവാത്മാവുണ്ട്. എന്തിനാ? എൻ്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുവാൻ. എന്നിട്ട് നിങ്ങൾ സത്യം അടുത്തതായി എഴുതിയിരിക്കുകയാണ്, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. നമുക്ക് വേണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പക്ഷെ നമ്മുടെ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കത്താൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഓ ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ഞാൻ ജഡത്തിലും പ്രാർത്ഥിക്കും, ആത്മാവിലും പ്രാർത്ഥിക്കും. ഇന്ന് ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായിക്കൂ, പുറത്ത് വെളിപ്പെട്ട ബന്ധനമഴിയാൻ അകത്തൊരു മധ്യസ്ഥത. ഓ, അകത്താത്മാവിൽ പോരാടുക യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പ്രയർ കഴിയുന്നതിന് മുമ്പ് നിന്റെ അകത്ത് ആത്മാവിൻ്റെ പ്രാർത്ഥന. അപ്പൊ ബലഹീനതയെ പൗലോസ് എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുക. എന്തിനാന്ന് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കാൻ. എന്നിട്ട് പൗലോസ് ഒടുവിൽ എഴുതിയേക്കുന്നുണ്ട്, ഞാൻ ബലഹീനനാണെങ്കിലും ഞാൻ ശക്തനാണ്. ചിലർ വിചാരിച്ച് ആരാണ്ട് പേടിപ്പിച്ചപ്പോൾ നീ പേടിക്കുവന്ന്. നീ പേടിക്കാത്ത എന്നാ? ഞാൻ ശക്തനാ. ഇന്ന് ഈ ദൂത് തീരുന്നതിന് മുമ്പ് ആത്മാവ് വെളിപ്പെടുത്തി തരും, നീ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ നീ ശക്തനാണ്. നീ തോക്കാൻ പോകുവല്ല, ശത്രുവേ തോക്കത്തുള്ളൂ. നീ ജയിക്കുമെന്ന് ഉറപ്പാ. നമുക്ക് ഇച്ചിരി ഗഹനമായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. ഒരു സ്വതേ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വന്ന് വസിക്കുക. ക്രിസ്തുവിൻ്റെ ശക്തി നമ്മുടെ മേൽ എന്ത് ചെയ്യുന്നു? ആവസിക്കുന്നു. നെഞ്ചത്ത് കൈ വെച്ച് പറ, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ജീവൻ ദൈവത്തിൻ്റെ ജീവനാണ്. സകല രോഗാണുക്കളെയും കരിക്കുന്ന ദൈവത്തിൻ്റെ ജീവൻ, അതാണ് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ജീവൻ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആരുടെയാ? ക്രിസ്തുവിൻ്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കുന്നു. 29-ാം സങ്കീർത്തനം ശ്രദ്ധേയമായൊരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തന പുസ്തകത്തിനകത്ത് 11-ാമത്തെ വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുന്ന ഒരു വചനം, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. നിന്നെ പണക്കാരനാക്കാമെന്നല്ല, നിന്നെ മേൽ ശക്തി തരാമെന്ന. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകുന്നു. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക, നിന്നെ എവിടൊക്കെയോ ബന്ധിച്ചിട്ടടത്ത് നിനക്ക് ദൈവം ശക്തി തരാൻ പോവുക. ഓ ഹല്ലേലൂയ. നിനക്ക് ശക്തി പകർന്ന് എഴുന്നേൽപ്പിക്കും ദൈവം. ആരൊക്കെ അതിർവരമ്പ് സൃഷ്ടിച്ചോ അവിടെയൊക്കെ ദൈവശക്തി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ തന്റെ ജനത്തിന് എന്ത് തരും? ശക്തി നൽകും. യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി അവരെ അനുഗ്രഹിക്കും. ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിനക്ക് ദൈവം ശക്തി തരാൻ പോവുക. എന്തിനാണ് നിനക്ക് ശക്തി തരുന്നതെന്നറിയാമോ? സ്തോത്രം. 66-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിനകത്ത് നിനക്ക് ശക്തി തരുന്ന എന്തിനാന്ന് എഴുതിയിട്ടുണ്ട്? നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. ഓ, ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവദാസൻ പറഞ്ഞതിനോട് ഞാൻ ചേർത്ത് പറയുവാണ്, ചിലതൊക്കെ നിനക്ക് കീഴടങ്ങാൻ പോവാ. നിന്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ ശക്തിയുടെ വലിപ്പത്താൽ. സ്തോത്രം. ഞാൻ ഈ ദൂതെടുക്കുമ്പോൾ ഒരു വെളിപ്പാട് കാണുക, ചിലതൊക്കെ കീഴടങ്ങുന്ന വെളിപ്പാട്. നിന്റെ നന്മയ്ക്കെതിരെ വാദപ്രതിവാദം നടത്തിയ, നിന്റെ കുഞ്ഞിൻ്റെ ഫ്യൂച്ചറിനെതിരെ വെല്ലുവിളി നടത്തിയ, നിന്റെ ഗ്ലോറി 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 ശമന ഹടബദന ബലബട. അതല്ല, ചിലതൊക്കെ കീഴടങ്ങുന്നു. മന്ത്രവാദങ്ങൾ കീഴടങ്ങുന്നു.
ആഭിചാരങ്ങൾ കീഴടങ്ങുന്നു, ദുഷ്ടശക്തികൾ കീഴടങ്ങുന്നു. എങ്ങനെയാ കീഴടങ്ങുന്നേ? നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ കീഴടങ്ങുന്നു. ഞാനൊരു വെളിപ്പാട് പറയാം. ഇന്നു നീ ഈ പ്രാർത്ഥന കൂടുന്നള വരെ നിന്റെ തലയ്ക്ക് മുകളിൽ പോരാടിയവനൊക്കെ നിനക്ക് കീഴടങ്ങാൻ പോവാ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിന്റെ കുഞ്ഞിനോട് വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ദുഷ്ടശക്തികൾ ഇന്നത്തെ ആരാധനയിൽ കീഴടങ്ങുന്ന കാഴ്ച. ആ മഞ്ഞ ഷർട്ടിട്ട ബ്രദർ ഒന്ന് കൈപൊക്കി പിടിക്കോ. ഒരു വൃക്ഷത്തിൽ ഇങ്ങനെ കാട്ടുവള്ളിയെല്ലാം ചുറ്റി 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 മേപ്പോട്ട് കയറിയാൽ ആ വൃക്ഷം ഒരിക്കലും ബലം കായ്ക്കത്തില്ല. അതിൻ്റെ ഏതെല്ലാം ശിഖരമുണ്ടോ ആ ശിഖരങ്ങളിലെല്ലാം ഈ കാട്ടുവള്ളി ഇങ്ങനെ ചുറ്റിക്കിടക്കുക. വളരെ കുറച്ച് ഇലകൾ മാത്രമേ ആ വൃക്ഷത്തിലുള്ളൂ. അതാണ് ഇപ്പോഴത്തെ നിൻ്റെ അവസ്ഥ. ദൈവം പറയുക, നിന്നെ ചുറ്റിയ കാട്ടുവള്ളിയുടെ മൂട് ദൈവത്തിന് പിഴുതുമാറ്റാൻ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ നിൻ്റെ അടുക്കൽ കർത്താവ് വന്ന് നിൽക്കുകയാ. ചില പാരമ്പര്യ ശാപങ്ങൾ, ചില പാരമ്പര്യ ബന്ധനങ്ങൾ നീ മുമ്പോട്ട് വന്ന് എനിക്കൊന്ന് കൈ തരാമോ? എനിക്ക് കൈ തരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ചിരിച്ചുകൊണ്ട് കൈ തരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഈ ചില പാരമ്പര്യങ്ങൾ നമ്മൾ വിട്ടാലും നമ്മളെ വിടത്തില്ല. അതുപോലൊരു പാരമ്പര്യമായിരുന്നു ഈ ഫറവോൻ്റെ ശക്തി. ചെങ്കടലിന് മുമ്പിൽ വന്നപ്പോൾ തമ്പുരാൻ ചെയ്ത കേട്ടോണേ. ഇവന് പോകാൻ പറ്റാത്തതും ഇസ്രായേലിന് മാത്രം പോകാവുന്നതുമായ ഒരു വഴി ദൈവം തുറന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. ഇസ്രായേലിന് മാത്രമേ പോകാൻ പറ്റൂ. മിസ്രൈമ്യർക്ക് ഇറങ്ങാം, പക്ഷേ തിരിച്ചു കയറാൻ പറ്റത്തില്ല. തമ്പുരാൻ കുഴപ്പിച്ച് അവനെ അവിടെ കുഴിച്ചു മൂടിയ പോലെ എത്ര മക്കളുണ്ട്? നിന്റെ സന്തതികളിൽ വരെ ആ വിടുതൽ ഇന്ന് വ്യാപരിക്കും. അതൊരു പ്രാർത്ഥനാവിഷയമല്ലേ? അല്ലേ? ജീസസ് ഒത്തിരി കഴിവുകൾ തമ്പുരാൻ നിനക്ക് തന്നു. പക്ഷേ നിന്നെ എന്തോ കയറി മൂടുക. അതുകൊണ്ട് നിനക്ക് ആ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. ശരിയാണോ ഞാൻ പറയുന്നത്? ഇപ്പൊ വല്ലാത്ത വിഷയങ്ങൾ കയറി കുരുങ്ങിക്കിടക്കുക. എന്നാൽ ഇന്ന് ഒന്നേ നെണ്ണിയാൽ 43 ദിവസം തികയുന്നതിന് മുമ്പ് ആ കാട്ടുവള്ളിയെ ദൈവം പിഴുത് അൾസറുകളെ ശാസിക്കും. ചില അൾസർ രോഗങ്ങളെ നീ വീടടക്കം ആനന്ദിക്കുന്ന ദിവസങ്ങൾ വരുക. ബാക്കി ഞാൻ പറയാം. ജീസസ് പോയിരുന്നാട്. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കണം. ഞാൻ ആ ദൂതിലോട്ടൊന്ന് വെളിപ്പെടുത്തിക്കൊണ്ടുവരാം. ഒന്നീ സൗഖ്യം തരൂ, അല്ലേ കൃപ തരും. രണ്ടിലൊന്ന് ഉറപ്പാണ്. ഇന്ന് ഈ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയേച്ചേ യേശു നിന്നെ ഇവിടുന്ന് വിടത്തുള്ളൂ. അപ്പം നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ എന്ത് ചെയ്യുന്നു? കീഴടങ്ങും. ഒരാമീൻ പറ. 18-ാം സങ്കീർത്തനത്തിനകത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നൊരു വാക്യമുണ്ട്. വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കർത്താവിൻ്റെ ദാസിയെ വായിപ്പിക്കും. 18-ാം സങ്കീർത്തനം 39-ാം വാക്യം. യുദ്ധത്തിനായി നീ എൻ്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു, എന്നോട് എതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. ഈ നിന്നെ കീഴ്പ്പെടുത്താനാ ചിലർ കുറേ നാൾ കൊണ്ട് ശ്രമിക്കുന്നേ. പക്ഷെ അപ്പോഴല്ല അവര് കീഴ്പ്പെടുക. അതിൻ്റെ കാരണം എന്താ? നീ അറിയാത്തൊരു ശക്തി നിന്റെ അരയ്ക്ക് കെട്ടിയിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ അരയ്ക്ക് ശക്തി കെട്ടി.
ഒരിക്കൽ ഈ ശക്തി പ്രാപിച്ച പോരാ, ബൈബിൾ വെളിപ്പാട് ഇത് കാത്തിരുന്ന് ഈ ശക്തിയെ പുതുക്കിക്കൊണ്ടിരിക്കണം. ഈ ശക്തി എന്ത് ചെയ്യണം? 40-ാം സങ്കീർത്തനം യെശയ്യാവിലുണ്ട്, കാത്തിരിക്കുന്നവർ. വായിക്കണ്ട, നിങ്ങൾക്ക് അറിയാലോ, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ബാക്കി പറയാമോ? അവർ കഴുകന്മാരെ പോലെ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാ, പ്രതിസന്ധികളുടെ മുകളിൽ ചിറകടിച്ച് കയറുവാൻ. യെസ്, ഒരിക്കല് ഭയങ്കര മഴയാ, ഭയങ്കര മഴ. ഒരു പക്ഷി വന്ന ഒരു വൃക്ഷത്തെ ഇരുന്ന് നനഞ്ഞു കുതിർന്നു. ചിറകൊക്കെ ഇങ്ങനെ എടുത്ത വെള്ളം ഒലിക്കും, അങ്ങനെ നനഞ്ഞു വിറുങ്ങലിച്ചിരിക്കുക. വേറൊരു പക്ഷി വന്ന് ഓപ്പോസിറ്റ് ചെയ്തു, അതും ഇങ്ങനെ നനഞ്ഞു വിറുങ്ങലിച്ചിരിക്കുക. ഉടനെ പക്ഷികൾ പറഞ്ഞു, എന്നാ മഴയാ. ആ സമയത്ത് ഒരു കഴുകൻ വന്ന് ഉണങ്ങിയ ചിറകോടെ ഓപ്പോസിറ്റിലിരുന്നു. അപ്പോൾ ഈ കൊച്ചു പക്ഷികൾ ചോദിച്ചു, കഴുകനെ, എന്നാ മഴ പെയ്തിട്ടും നീ എന്നാ നനയാഞ്ഞേ? അപ്പം കഴുകൻ പറഞ്ഞു, കാർമേഘം കണ്ടപ്പോഴേ ഞാൻ പറന്നതിൻ്റെ മോളിൽ കയറി. ഗ്ലോറി, എൻ്റെ കീഴിലാണ് മഴ പെയ്തത്. ഇതുപോലെ വേണം കാത്തിരിക്കുന്നവർ. നിന്റെ കുടുംബത്തിൽ കേറിക്കൂട്ടിയ കാർമേഘങ്ങളുടെ മുകളിൽ കാത്തിരുന്ന് ശക്തിയെ പുതുക്കണം. ആ രോഗത്തിന്റെ മേളിൽ ചിറകടിച്ച് കയറണം. ആ കടബാധ്യതയുടെ മേളിൽ ചിറകടിച്ച് കയറണം. ആ പ്രശ്ന സങ്കീർണമായ അന്തരീക്ഷത്തിന്റെ മേളിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യും? ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ. ചിലരോട് ദൂത് വരാണ്ട്, ഈ ശക്തി പോരാ, ഇത് പുതുക്കണം. ശക്തി എങ്ങനെ പുതുക്കണം? കാത്തിരുന്ന്. പണ്ടെങ്ങാണ്ട് ശക്തി പ്രാപിച്ചെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. ഞാനാണ് ഇന്നലെ രാത്രി മുഴുവൻ ഈ ഫോൺ കുത്തി വെച്ചിട്ട് രാവിലെ കുറേ മെസ്സേജൊക്കെ അയച്ചു, കുറേ പേരോട് സംസാരിച്ചു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ 40% ഉള്ള അറിവ് തീർന്നു. ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ഈ ഫോൺ ഒന്ന് ചാർജിൽ വെച്ചു. ഇങ്ങോട്ട് കയറാൻ നേരത്ത് ഫോണെ കാണിച്ച് 100 ആയെന്ന്. നിങ്ങളെന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ചിലരുടെ ചാർജും ബാറ്ററിയും പോയിട്ടും ഫോൺ ചാർജ് തീരാറാകുമ്പം കാണിക്കും ബാറ്ററി ലോ, ബാറ്ററി, എന്നാലും വിളിയാ, വിടുന്നില്ല. ചിലരുടെയൊക്കെ ബാറ്ററി ലോയാന്നല്ല, ഇപ്പം ഒരു സിമ്പലും കാണിക്കുന്നില്ല, എന്നിട്ട് പോലും ചാർജ് ചെയ്യുന്നില്ല. പണ്ട് എമർജൻസി ലൈറ്റ് ഉണ്ടില്ലേ, രാവിലെ മുഴുവൻ വൈകിട്ട് വരെ കുത്തി വെച്ചാൽ വൈകിട്ട് വെട്ടം കാണാം. കുത്തിയില്ല, കത്തിയും കെട്ടും നിൽക്കും. അതിനർത്ഥം ചാർജ് തന്നു, അല്ലേ ഞാൻ പോവുമെന്ന് ഉള്ളി പറയുക. ഗ്ലോറി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വണ്ടി ഓടിച്ചു പോയപ്പം എൻ്റെ വണ്ടി ഓടിക്കുന്ന ആൾ പറഞ്ഞു, ഒരു സിമ്പൽ കാണിക്കുന്നു, ഒരു ടയറിന് കാറ്റ് 26 ഉള്ളൂ. എന്തുവാ 32 വേണം, ഇപ്പം എത്രയേ ഉള്ളൂ? പുള്ളി എന്നോടൊന്നും അനുവാദം ചോദിച്ചില്ല. തൊട്ടപ്പുറത്ത് എയർ ഫിൽ ചെയ്യുന്നൊരു സ്ഥലത്ത് കയറ്റി 26 എയർ ഫില്ല് ചെയ്ത് 32 ആക്കി. അന്നേരം ആ സിമ്പല് മുമ്പിലത്തെ സ്ക്രീനിൽ നിന്ന് മാറിപ്പോയി. ചിലരുടെയൊക്കെ ഫുൾ എയർ പോയിട്ട് സിഗ്നലൊക്കെ എന്നേ പോയതാ. ഇന്നേലും കാത്തിരുന്ന് ശക്തിയെ ഫില്ല് ചെയ്യണം. ചിലർ ചോദിക്കും, യോഗത്തിന് പോയി ഒന്ന് കൈയടിച്ച കെട്ടുപൊട്ടുമോ? ഞങ്ങൾ പിടിച്ച പുസ്തകം പൊട്ടുമെന്നാണ് പറയുന്നത്. ഒരാമയും വരുന്നില്ല.
മനസ്സിലായില്ല? ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഒരു രാജ്യം ഒരു ദൈവദാസനെതിരെ രേഖ എഴുതിയാൽ 15 രൂപയുടെ ഒരു പുൽപ്പായും കൊണ്ട് പ്രാർത്ഥിക്കാൻ കയറിയ രേഖ തിരുത്തുമോ? തിരുത്തും. പ്രാർത്ഥിക്കുന്നവനെ കുരുക്കാൻ കഴുകുമരം പണിതാൽ, ഒരു 3 ദിവസം വെള്ളം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ കഴുകുമരം തിരിയുമോ? തിരിയും. മിണ്ടുന്നില്ല. ഇന്നിവിടെ ഇരിക്കുന്ന ഇന്നൊരു റീചാർജിങ് നടക്കാൻ പോവുക. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ. സ്തോത്രം. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്തേച്ച് പറ, ശക്തിയെ പുതുക്കണമെന്ന് പറ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കർത്താവ് 12 ശിഷ്യന്മാരെ അടുക്ക വിളിച്ചേച്ച് അവരോട് പറയുന്നൊരു ഭാഗം ലൂക്കോസ് 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലുണ്ട്. അവൻ 12 വരെ അടുക്കൽ വിളിച്ചു. സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. സ്തോത്രം. എന്തിനാ? ഭൂതങ്ങളെ പുറത്താക്കാനും വ്യാധികളെ സൗഖ്യമാക്കുവാൻ. ഈ ഭൂതങ്ങൾ പല ടൈപ്പുണ്ട്. മിണ്ടുന്ന ഭൂതമുണ്ട്, മിണ്ടാത്ത ഭൂതമുണ്ട്. മിണ്ടിയില്ലെന്ന് കരുതി ഭൂതമില്ലെന്നല്ല. നിങ്ങളെന്നെ പറ്റി മിണ്ടാത്തെ? ഒരു ഭൂതമുള്ളവരുണ്ട്, 6000 ഭൂതമുള്ളവരുണ്ട്. 6000 ഭൂതം കണ്ടാൽ അറിയാം, വസ്ത്രം ഉടുക്കുകയില്ല. ഇച്ചിരൊക്കെ ഉടുത്തെങ്കിൽ 2346 ഉണ്ട്. ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ഭൂതമുള്ളവരുണ്ട്, 6000 ഭൂതം. എന്തുവാ കണക്ക് നോക്കുമെന്ന് എത്ര ഉണ്ടെന്ന്? ഇങ്ങോട്ട് സഹകരിച്ചേ. മിണ്ടുന്ന ഭൂതമുണ്ട്, മിണ്ടാത്ത ഭൂതമുണ്ട്. ഒരിക്കലൊരു അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളുടെ മോന് കൊടിയ സാത്താന്, പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ നിർബന്ധിതനായി ഞാൻ അവിടെ ചെന്നപ്പം മോൻ്റെ തലേ കഴിച്ചു അമ്മ കറങ്ങി താഴെ വീണു. അപ്പോൾ അമ്മയുടെ ദേഹത്തായിരുന്നു ഭൂതം, കൊച്ചൻ്റെ ദേഹത്തില്ലായിരുന്നു. കണ്ടോ, മിണ്ടുന്നില്ലല്ലോ. പണ്ടൊരു മാനസിക ആശുപത്രിയിൽ ഒരു രോഗി ചെന്നപ്പം പറഞ്ഞു, ഡോക്ടറോട് പറഞ്ഞു, എനിക്കല്ല അസുഖം കൊണ്ടുവന്ന ആൾക്കാന്നും. ഡോക്ടർ പറഞ്ഞു, ഇവിടെ വരുന്നവരല്ല ഇങ്ങനെ തന്നെയാണ് പറയുന്നത് എന്ന് പറയുന്ന പോലെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ എന്താ സന്ദേശം? ഭൂതങ്ങളെ പുറത്താക്കാനും വ്യാധികളെ സൗഖ്യമാക്കാനും അവർക്ക് അവരുടേതല്ലാത്തൊരു ശക്തി കൊടുത്തു. നിന്റെ ശക്തി കൊണ്ട് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് മുകളിൽ നിന്നൊരു ശക്തി പ്രാപിക്കണം. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു പറഞ്ഞു, ദേ ഞാൻ സ്വർഗാരോഹണം ചെയ്യാൻ പോവാ. ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ഇവിടെ വ്യാപരിക്കുന്ന ശക്തി മാനുഷികമല്ല. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തി മാനുഷികമല്ല, ഇത് ദൈവികമാണ്. ഇതിനെ പൗലോസ് പറയാ അത്യന്ത ശക്തിയാണ്. അളക്കാൻ വയ്യാത്ത ശക്തി, മന്ത്രവാദത്തെ തകർക്കുന്ന ശക്തി, ആഭിചാരത്തെ പൊളിക്കുന്ന ശക്തി, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവദാസന്മാർ അഭിമാനത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്. ഓരോ ശുശ്രൂഷകളിലും വെളിപ്പെടുന്നത് മാനുഷിക ശക്തിയല്ല, ദൈവത്തിൻ്റെ ശക്തിയാണ്. ഒരാമീൻ പറഞ്ഞാട്ട്. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയാം, ഒരധികാരത്തിൻ്റെ കൈമാറ്റം ഇന്ന് നടക്കണം, ഒരു ശക്തിയുടെ കൈമാറ്റം നടക്കണം. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരത്യന്ത ശക്തി. നീ ഒരു ദേശത്ത് കാലുകുത്തുമ്പോൾ അവിടെ ദുഷ്ടശക്തി മുട്ടുകുത്തണം. ഓ യേശുവിൻ കർത്താവ് 12 പേരെ കൂടാതെ 70 പേരെ കൂടെ തിരഞ്ഞെടുത്തു. സ്തോത്രം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ചിലരുടെ മേലൊരു വലിയ തെരഞ്ഞെടുപ്പ് വരാൻ പോവാ. സ്തോത്രം. ചില ശുശ്രൂഷ ഗണത്തിലേക്ക് ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവാ. നിനക്ക് അങ്ങനെ ഒരു വിളി കിടപ്പുണ്ട്, അത് ഇന്ന് വരെ വെളിപ്പെട്ടിട്ടില്ല. ഞാനൊരു ദൂത് പറയാം, നീ ദൈവവേലയ്ക്കുള്ളവനാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് ലേറ്റ് ആകരുത്.
ഈ വേലയ്ക്ക് ആളെ വേണം. ബൈബിൾ പറയാം കൊയ്ത്ത് വളരെ ഉണ്ട്. ബാക്കി പറ, വേലക്കാരോ ചുരുക്കമാ. അതുകൊണ്ട് കൊയ്ത്തിൻ്റെ യജമാനനോട് വേലക്കാർക്ക് വേണ്ടി അപേക്ഷിക്കുക. ഞാൻ പറയാം, ധാരാളം ഫീൽഡ് കിടപ്പുണ്ട്, ധാരാളം കടമുറി ചുമ്മാ ഒഴിഞ്ഞു കിടപ്പുണ്ട്, ധാരാളം ഓഡിറ്റോറിയം ഒഴിഞ്ഞു കിടപ്പുണ്ട്, ധാരാളം ഗ്രൗണ്ട് ചുമ്മാ കിടപ്പുണ്ട്. വെട്ടി നിരത്തി യോഗം നടത്തിക്കോ. നിന്റെ സഭ വളരാൻ പോവുക. ഒരു വിളി നിന്റെ മേൽ ഉണ്ടെങ്കിൽ നോക്കണം. കർത്താവ് ആദ്യം 12 തിരഞ്ഞെടുത്തു, പിന്നെ 70 തിരഞ്ഞെടുത്തു, പിന്നെ എണ്ണമില്ലാതെ അങ്ങ് തിരഞ്ഞെടുത്തു. അങ്ങനെ വിളിച്ചതാണ് നമ്മളെ എല്ലാം. മിണ്ടുന്നില്ല. 10 വർഷം മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ ഇവിടെ ഓരോ സഭാ ഹോളിൻ്റെ ബോർഡേ ഉള്ളായിരുന്നു. ഇന്ന് സഭയ്ക്ക് പേരിടാനൊക്കാത്ത പോലെ ചർച്ച. ചില സഭയുടെ ഒക്കെ പേര് കണ്ടാൽ നമുക്കും ചിരി വരും. അവരുടെ കുഴപ്പമല്ല, പേരിടാനില്ല. അവിടെ വേണ്ടെന്ന് സിനിമാക്കാർ മൊത്തം പേരിട്ട് ഇപ്പം ബൈബിളിലെ മുഴുവൻ കയറിട്ടും നമുക്ക് പേര് എടുത്തിട്ടുകൊണ്ടിരിക്കുക. നിങ്ങളാരും മിണ്ടുന്നില്ല. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കണ്ട ഓഡിറ്റോറിയങ്ങളും സിനിമാ തിയേറ്ററുകളും സ്റ്റേഡിയങ്ങളും മുഴുവയോ. ഞാനൊരിക്കൽ ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, തിയേറ്ററിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനവിടുത്തെ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, അറിയപ്പെടാൻ തിയേറ്റർ പറഞ്ഞു. ഞാൻ ചെന്ന് സരിത തിയേറ്റർ ചോദിച്ചു. പൗരോഞ്ഞ് അവിടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, സരിത സാറേ പടവില്ല, ഇപ്പം അവിടെ യോഗമാണെന്ന് പറഞ്ഞു. അവിടെ മിണ്ടുന്നില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ ഓഡിറ്റോറിയം നിറഞ്ഞ്, താഴെയും ബാൽക്കണിയും നിറഞ്ഞ്, സ്തോത്രം, വെളിയിൽ TV വെച്ച് സ്റ്റെപ്പും നിറഞ്ഞു നിൽക്കുക. കയറിപ്പോയപ്പോൾ അവർ പരിചയപ്പെടുത്തി, ഇതാണ് തിയേറ്ററിൻ്റെ ഓണർ. ഞാൻ പുള്ളിയുടെ മേളിൽ പോയി ചോദിച്ചു, പല പടം ഇവിടെ റിലീസായിട്ടില്ലേ? ഉണ്ട്. ഇത്രയും തിരക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അവിടെ മിണ്ടുന്നില്ല. ആരാടാ പറഞ്ഞ തിയേറ്ററിലാ തിരക്ക്? നല്ല സുവിശേഷത്തിനാ തിരക്ക്. ഒരാമയും പറഞ്ഞാട്ട്. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചതുര ആരൊക്കെ അടച്ചാലും സുവിശേഷം അടയത്തില്ല. ആരടയ്ക്കാൻ നോക്കാനും അടയത്തില്ല. 50 വിമർശകർ എഴുന്നേറ്റ അടയത്തില്ല. അവരുടെ മുകളിൽ കയറി യോഗം നടക്കണം യേശുവിൻ്റെ നാമത്തിൽ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ദൈവശക്തി പ്രാപിച്ചവർ എഴുന്നേൽക്കണം, അധികാരം പ്രാപിച്ചവർ എഴുന്നേൽക്കണം, അഭിഷേകമുള്ളവർ എഴുന്നേൽക്കണം. കർത്താവ് 70 പേരെ തെരഞ്ഞെടുത്തു. അവർക്ക് ഈ അധികാരവും ശക്തിയൊക്കെ കൊടുത്തേച്ച് വിട്ടാച്ച് അവർ തിരിച്ചു വന്നു പറഞ്ഞു, കർത്താവേ, ഞങ്ങളവിടെ പോയപ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്നാ? ഭൂതങ്ങൾ ഞങ്ങൾക്ക്. അപ്പോൾ കർത്താവ് പറഞ്ഞു, അതിനെക്കാട്ടി വലിയ കാഴ്ച ഞാൻ കണ്ടു. എന്തുവാ? നിങ്ങൾ അങ്ങോട്ട് കയറിയപ്പം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ പോരാടിയവൻ വെട്ടേറ്റ് താഴെ വീണു. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നീ കാല് ചവിട്ടുന്നിടത്ത് നിന്റെ മേൽ ദൈവശക്തി ഉണ്ടെങ്കിൽ തലയ്ക്ക് മുകളിൽ വ്യാപരിക്കുന്ന ശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എവിടേക്കോ തടയുന്ന കൈകൾ വഴിമാറുകയാ. ആരാധനയെ തടയുന്നൊരു ഫറവോനുണ്ടെങ്കിൽ, മറുപടിയെ തടയുന്നൊരു പാർസി രാജ്യത്തിലെ പ്രഭു ഉണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ, വാക്തത്വത്തെ തടയുന്ന ഒരു പിശാചുണ്ടെങ്കിൽ, ഇന്ന് ദൈവാത്മാവിനെ തടസ്സങ്ങളെ വെട്ടിമാറ്റുന്ന ഒരു അഭിഷേകം. തിരിച്ചറിയാൻ പറ്റുന്നവരൊക്കെ തിരിച്ചറിയണം. ഇന്ന് എനിക്കറിയത്തില്ല, ഇതിനകത്ത് ഭയങ്കര ദൈവപ്രവൃത്തി നടക്കുക. എന്നോട് ദൈവം പറയുക, ചില വീട് ദൈവപ്രവൃത്തിക്കായിട്ട് ദൈവം മാറ്റിയിട്ടേക്കുക. ഇപ്പം നിനക്കൊന്നും മനസ്സിലാകത്തില്ല, പക്ഷേ അടുത്ത 6 മാസത്തിനകം നിന്റെ വീടിൻ്റെ കളം പൊട്ടാൻ പോവുക. സാത്താൻ സൃഷ്ടിച്ച അന്തരീക്ഷങ്ങൾ യേശു യേശുവിൻ്റെ നാമത്തിൽ അല്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഭയങ്കര കാര്യങ്ങൾ ഇന്നത്തെ പ്രാർത്ഥന നടക്കും. എന്നോട് ദൈവം പറയാം, കരഞ്ഞുകൊണ്ടിരുന്ന വീട്ടിൽ വലിയ വിടുതൽ നടക്കാൻ പോവുക. നിലവിളി ഉയർന്ന വീടിനകത്ത് ആഘോഷം വെളിപ്പെടാൻ പോവുക. കാരണം സാത്താൻ മിന്നൽ പോലെ താഴെ പോയി. സ്തോത്രം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, അവർക്ക് ദൈവശക്തിയും കൊടുത്തു, അധികാരവും കൊടുത്തു. ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ നമ്മൾ ശക്തി പ്രാപിക്കണം. ഏത് ശക്തിയാ? ഉയരത്തിലെ ശക്തി. എത്ര പേര് റെഡിയാ? സാം ശക്തി പ്രാപിച്ച സാം പാട്ട് പാടുമ്പോൾ എല്ലാവർക്കും ശക്തി ലഭിക്കും.
ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്ന എന്തിനാ? ദൈവശക്തി വ്യാപരിക്കാനാ. ഇന്ന് ഈ വേദി കയറുന്നതിന് മുമ്പ് ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് കയറുന്നത് എന്തിനാ? ഈ ശുശ്രൂഷയിൽ ദൈവശക്തി യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ കർത്താവ്, ഞാൻ ഇച്ചിരൂടെ ഗഹനമായൊരു ദൂതിലോട്ട് വരാം, അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരൂടെ മനസ്സിലാകാനായിട്ട് കഴിയും. നമുക്ക് ബൈബിളിൽ ഒരു വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നത്, ഇസ്രായേൽ പുരുഷന്മാരെ ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നത്, ഇതിങ്കിൽ നിങ്ങൾ എന്തിനാ ആശ്ചര്യപ്പെടുന്നത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ? ഇത് ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ? ഭക്തി കൊണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ തന്നെ പാർക്കണം. എന്ന് പറഞ്ഞാൽ, ഞാൻ സ്വർഗാരോഹണം ചെയ്യാൻ പോവുക, നിങ്ങളുടെ ശക്തി കൊണ്ട് ഒന്നും നടക്കുകയില്ല. എൻ്റെ അപ്പൻ്റെ പേര് ജോർജ് എന്നാ. സ്തോത്രം. എൻ്റെ അപ്പൻ ദൈവത്തിന് സ്തോത്രം, എൻ്റെ അപ്പൻ്റെ മകനാ ഞാൻ. സ്തോത്രം. എൻ്റെ അപ്പനിലും എന്നിലും ഉണ്ടായിരുന്ന ഒരു ജഡശക്തിയുണ്ട്. ആ ശക്തി കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട എന്നിൽ പകർന്നൊരു ശക്തിയുണ്ട്. ഒരാമയും വരുന്നില്ല. ആ ശക്തിക്ക് എൻ്റെ വലിപ്പമല്ല, എന്നിൽ വ്യാപരിക്കുന്ന ക്രിസ്തുവിൻ്റെ വലിപ്പമാണ്. ഒരാമയും പറഞ്ഞാട്ട്. ചിലർ ചോദിക്കും, ഇയാളെന്തോ ഇയാളൊന്നും ചെയ്യണ്ട. സ്തോത്രം. ഇയാളുടെ മേൽ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. എത്ര പേര് അതിന് ആമയും പറയും? ഞാനതൊന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ ശക്തി പ്രാപിച്ചേ പോകാവൂ. അതിനാണ് യേശുവിൻ്റെ അമ്മ മറിയടക്കം 120 മർക്കോസിൻ്റെ മാളിക മുറിയിൽ 10 ദിവസം 240 മണിക്കൂർ പ്രാർത്ഥിച്ചു. എത്ര മണിക്കൂറാ? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? കാറ് വാങ്ങിക്കാനല്ല, വീട് വാങ്ങിക്കാനല്ല, കൊച്ചിനെ കെട്ടിക്കാനല്ല, ഉയരത്തിലെ ശക്തി വേണം. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ 120 പേരുടെ മേൽ അഗ്നി നാവുകൾ ഇറങ്ങി പതിഞ്ഞു. അവരങ്ങോട്ട് ശക്തി പ്രാപിച്ചു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, പ്രാർത്ഥിക്കാൻ കൂടിയാൽ അസാധാരണ കാര്യം നടക്കും. എത്ര പേരാമയും വരും? ക്യാൻസർ വന്നാൽ പ്രാർത്ഥിച്ച് സൗഖ്യമാകണം. സാമ്പത്തിക കടം വന്നാൽ പ്രാർത്ഥിച്ചു മാറണം. അപ്പോൾ ഇവരങ്ങോട്ട് ശക്തി പ്രാപിച്ചു. ഈ നമ്മുടെ ഒരു കുഴപ്പം, ശക്തി പ്രാപിച്ചാൽ സഭാഹോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ശക്തിയെല്ലാം അങ്ങ് തീരും. ഈ വിശ്വാസിയുടെ ഒരു ദയനീയമായ പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഒഴിഞ്ഞവളായി അടിയാട്ടി വരുന്നു, നിറഞ്ഞവളായി അടിയാട്ടിയെ മടക്കി അയക്കണം. കഴിഞ്ഞ ആഴ്ച ഒഴിഞ്ഞ അടിയാട്ടി വന്നേ, ഈ ആഴ്ച അടിയാട്ടി പറയുക ഒഴിഞ്ഞാ വന്നേന്ന്. അപ്പം പണ്ട് തൊട്ടിയും കയറോട്ട് വെള്ളം കോരുന്ന സമയത്ത് ചില തൊട്ടിക്കൊരു കുഴപ്പമുണ്ട്. താഴേന്ന് കോരി മേപ്പോട്ട് വരുമ്പം ഒട്ടും വെള്ളം കാണുകയില്ല. പിന്നെ കോലരക്കൊക്കെ ഉരുക്കി, കോലരക്കെന്നില്ല പേര്, ആണോ? തെറ്റിയോ? പണ്ടത്തെ ഓർമ്മയാണ്. തൊട്ടിയുടെ അടി കോലരക്ക ഒത്തിരി നാൾ കൊണ്ട് കോലരക്ക ഇട്ടിട്ട് ഒന്നും ഏക്കുന്നില്ല ഇപ്പം. സ്തോത്രം. ശ്രദ്ധിക്കണം. അതിനൊരു വഴിയുള്ളൂ, തൊട്ടി മാറണം. വേറെ തൊട്ടി കെട്ടിയാൽ കോരും താഴെ എന്തോ വെള്ളം കാണുന്നു, അത് മേളി കിട്ടും എന്ന് പറഞ്ഞ പോലെ ചിലരെല്ലാ ആഴ്ചയും അങ്ങ് ഒഴിഞ്ഞു പോവുക. ഇവിടുന്ന് അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴേ ഭാര്യയും ഭർത്താവും കൂടെ അടിയാണ്, അപ്പോൾ ഒഴിഞ്ഞു പോയി. എന്നിട്ട് ഒക്കാതെ വരുമ്പോൾ അവർ പറഞ്ഞോണ്ട് സാത്താൻ്റെ ഒക്കത്തോടിടും. സാത്താൻ അല്ലേയും പ്രവർത്തിച്ച് ഒന്നുമല്ല, നിൻ്റെ കയ്യിരിപ്പാ. കണ്ടോ, ഇച്ചിരി നേരം ഒന്ന് കണ്ടോ മിണ്ടുന്നത്. ഒരിക്കലും ഒരു പള്ളിയിൽ ഭാര്യയും ഭർത്താവും കൂടെ വലിയ പ്രശ്നമാണ്, അവർ കുടുംബ പ്രശ്നമാണ്, എന്നാലും കുർബാന വിടത്തില്ല. അങ്ങനെ അവർ പിരിയുന്നതിന് മുമ്പേ, അവസാന കുർബാന എടുക്കാൻ പോകുന്നതിന് മുമ്പേ അച്ഛനെ കാണാൻ തീരുമാനിച്ചു. അന്നൊരു പുതിയ അച്ഛന് ചാർജ് എടുത്ത് വന്ന സമയമാണ്. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഈ ആഴ്ചയുടെ ഞങ്ങൾ പള്ളിയിലുള്ളിൽ പിരിയാൻ പോകാമെന്ന്. എന്താ ചോദിച്ചു? ഞങ്ങൾക്ക് തമ്മിൽ ചേരുകയല്ലെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, പേടിക്കണ്ട, എൻ്റെ ഒരു മരുന്നുണ്ട്, അത് തന്നാൽ ഏത് ബന്ധവും ശരിയാവും. അച്ഛൻ കാര്യമെല്ലാം കേട്ടിട്ട് ഒരു കുപ്പി മരുന്ന് കൊടുത്തയച്ച് ഭാര്യയോട് പറഞ്ഞു, ഭർത്താവ് കയറി വരുമ്പം അതിൽ ഒരു കവിള് വായിലൊഴിക്കണം, പുള്ളി ഉറങ്ങിക്കഴിയുമ്പോൾ തുപ്പിക്കളയണം. ഒരു മാസം കഴിഞ്ഞപ്പോൾ കയ്യെ പിടിച്ചുകൊണ്ട് അച്ഛൻ എടുക്കാൻ, എൻ്റെ പൊന്നച്ചോ, ഇത്രയും നല്ല മരുന്ന് വെച്ചിട്ടാണോ അച്ഛൻ ഈ ദീർഘവർഷങ്ങൾ ഞങ്ങളെ ദണ്ണിപ്പിച്ച്? അച്ഛൻ പറഞ്ഞു, മോളെ പച്ചവെള്ളമാണ് തന്നേ, പക്ഷെ നിൻ്റെ അസുഖം അറിഞ്ഞാ തന്നേ. മനസ്സിലായില്ല? മനസ്സിലായി? നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കൂട്ടിയേച്ച് സാത്താൻ്റെ ഒക്കത്തോട്ട് വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല.
ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടായ സന്ധ്യയ്ക്ക് 6:30 വരെ വഴക്കുണ്ടായി. 7 ആകുമ്പോൾ ഒരു പാട്ട് പാടും, എന്താതിശയമേ അവിടെ മിണ്ടുന്നില്ല. അപ്പം നാട്ടുകാർ വരെയുടെ അവിടെ ഭയങ്കര ബഹളമായിരുന്നല്ലോ. ചില്ലക്ഷരം വരെ കൂട്ടിയാണ് അമ്മാമ്മ അച്ഛനെ വിളിച്ചത്. അച്ഛൻ അമ്മാമ്മയും വിളിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ അവിടെ പാട്ടും പാടത്തെ. പിന്നെ വൈകിട്ട് പറഞ്ഞു, സാത്താൻ്റെ പോരാട്ടമായിരുന്നു, ഞങ്ങൾക്ക് വിജയിച്ചു, അതം കൈവച്ചാൽ മതി. ഒരു പോരാട്ടവും അല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇച്ചിരി ഗഹനമായിട്ട് ഈ സ്തോത്രമൊക്കെ പോയോ? അപ്പം ഈ ശക്തി ഇവർ പ്രാപിച്ചു, ഇവർ വെളിയിലോട്ടിറങ്ങി. അപ്പം നമ്മുടെ ഈ ശക്തി അകത്തുകൊണ്ട് ഒതുങ്ങി. അപ്പോസ്തലന്മാർ വെളിയിലോട്ട് ചെന്നപ്പോൾ ഒരു ഭിക്ഷക്കാരന്, ഒരു മുടന്തനായ മനുഷ്യന് ഭിക്ഷ യോജിക്കുക. സ്തോത്രം. BMW വന്ന ആൻറ്റിയും 15,000 പോച്ചമ്പുള്ളി കൊടുത്തോണ്ട് വന്ന ആൻറ്റിയും വാനിറ്റി ബാഗ് തുറന്ന് 50 രൂപ കൊടുത്തേച്ച് പോവാ. അപ്പോസ്തലന്മാർ എന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് വെള്ളിയില്ല പൊന്നുമില്ല, കൈ ഇങ്ങോട്ട് തരാമോ, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരിക, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആ 50 രൂപയും കൈവച്ചുകൊണ്ട് അവൻ ഡാൻസ് ചെയ്യുക. ചാടി പള്ളി കയറി. അപ്പോൾ പള്ളി കയറിയപ്പോൾ പള്ളിയിലുള്ളവരുടെ കൂടെ അന്തം വിട്ട് ഇവരെ നോക്കിയപ്പോൾ പത്രോസ് ചോദിക്കുക, നിങ്ങൾ എന്തുവാ എല്ലാം കൂടെ എന്നെ നോക്കുന്നത്? ഇത് ഞങ്ങളുടെ ശക്തിയല്ല, ഇത് ഞങ്ങളുടെ ഭക്തിയല്ല, ഇത് ഞങ്ങൾ പ്രാപിച്ച ശക്തിയാ. ഒരാമയും വരുന്നില്ല. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവൂ. നിന്റെ ശക്തി കൊണ്ടല്ല ചെയ്യാൻ പോകുന്നേ, ഉയരത്തിലെ ശക്തി കൊണ്ടാ. ആരീ മർമ്മം പഠിച്ചെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് യോഗം തീരുന്നതിന് മുമ്പ് നിന്റെ മേലെ ഉയരത്തിലെ ശക്തി വരണം. ഈ ഉയരത്തിലെ ശക്തി നിന്റെ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവർ ചോദിക്കുക, എന്നെ എന്തുവാ തുറിച്ചു നോക്കുന്നത്? ഇത് ഞങ്ങളുടെ ഭക്തിയോ? ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ? സ്തോത്രം. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്ങനെ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന് പോലെ അവര് പറയാ, ഇത് ഞങ്ങളുടെ ഭക്തിയുമല്ല, ശക്തിയുമല്ല, ഇത് ഞങ്ങളുടെ സ്വന്തം ശക്തിയല്ല. സ്വന്തം അല്ലെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്തുവാ? ഞങ്ങളിൽ വന്നൊരു ശക്തിയുണ്ട്. ഇത് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, ഇവിടുന്ന് പോകുമ്പം നിൻ്റേതല്ലാത്തൊരു ശക്തിയും കൊണ്ടേ പോകാവൂ. അത് ദൈവത്തിൻ്റെ ശക്തിയായിരിക്കണം. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം പറയാം, നിന്നിലൂടെ രാജ്യങ്ങൾ ചലിക്കാനുണ്ട്, നിന്നിലൂടെ പട്ടണങ്ങൾ ചലിക്കാനുണ്ട്, നിന്നിലൂടെ ദേശങ്ങൾ ഉണർത്തപ്പെടാനുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ ഇരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, ആയിരങ്ങളെ രക്ഷിച്ചെടുക്കുന്ന ശക്തി, ആയിരങ്ങളെ വിടുവിക്കുന്ന ശക്തി, ആയിരങ്ങളെ സ്നാനപ്പെടുത്തുന്ന ഹല്ലേലൂയ. പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പം പൗലോസ് തിമോത്തിയോസിനോട് പറയുക, സ്തോത്രം, തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുക, സ്തോത്രം, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ എന്നെ വലിയ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് ശക്തി ദൈവമാ തന്നെ. ഒരാമയും വരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, വചനത്തിൻ്റെ ശക്തിയുടെ പ്രദർശനം ഇവിടെ ഉണ്ടാകണം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിനക്കൊരു അന്ത്യകാല ശുശ്രൂഷയുണ്ട്. നിനക്ക് ശക്തി തരുന്നവൻ ദൈവമാ. നിന്റെ ഭാവിക്ക് ആര് വരച്ചാലും അതിനെ ഓവർകം ചെയ്യുന്നൊരു ശുശ്രൂഷ, ഒരു ശക്തി. യെസ്, ഞാനിങ്ങനെ പോയാൽ ഈ ദൂതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് താഴെ പൗലോസ് പറഞ്ഞ ഭാഗവാ, സ്തോത്രം, ഞാൻ ബലഹീനനാണെങ്കിലും ഞാൻ ശക്തനാ. ഞാൻ ബലഹീനനാണേലും ഞാൻ ശക്തനാ. എത്ര പേര് അതിന് ആമീൻ പറയും? ഈ ഫിലിപ്പിയ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പം നമ്മളെപ്പോഴും പറയുന്നൊരു വാക്യമുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. യഥാർത്ഥ ട്രാൻസ്ലേഷന് വ്യത്യാസമുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. യഥാർത്ഥ ഭാഷാന്തരം പഠിച്ചു അങ്ങനെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ചിലരൊക്കെ ചോദിക്കും, നിന്നെ കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റും? എന്നെ ശക്തനാക്കുന്നൊരു ദൈവമുണ്ട്. ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്നെ യെസ്. എഫെസ്യർ പൗലോസ് പറയുക, വാക്യം പറഞ്ഞാൽ വിടുക, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ പറയാവോ, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യാൻ. ചോദിക്കുന്നതിനും ചിന്തിക്കുന്നതിനും, നനയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ചിന്തിക്കുക. അതിനപ്പുറം ചെയ്യാൻ എന്ത് കഴിയും? നമ്മുടെ മേൽ വ്യാപരിക്കുന്ന
ശക്തിയാൽ കഴിയും. എന്നോട് ദൈവം പറയാം, നിന്നെ കൊണ്ട് നിന്റെ വീട്ടിനകത്ത് ചിലത് ചെയ്യിക്കാൻ പോവുക. നിന്നെ കൊണ്ട് നിന്റെ ദേശത്ത് ചിലത് ചെയ്യിക്കാം. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരെ ദൈവം ഉപയോഗിക്കാൻ പോവുക. നിനക്ക് ഇതുവരെ ഇല്ലാത്തൊരു ശുശ്രൂഷ തരാൻ പോവുക, ഇതുവരെ ഇല്ലാത്തൊരു അഭിഷേകം. സ്തോത്രം, സ്തോത്രം. പൗലോസ് എഫെസോസിലെ സഭയോട് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുക. പൗലോസ് എഫെസോസിലെ സഭയോട് പറയുക, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് സഭ അറിയാൻ പൗലോസ് പ്രാർത്ഥിക്കുക. ഞാനിന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിനക്ക് വീടുണ്ടാകാനല്ല, കാറുണ്ടാകാനല്ല, ഈ ശക്തിയുടെ വലിപ്പം അറിയണം. എത്ര പേര് ആമീൻ പറയും? ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ഈ ശക്തിയുടെ മുമ്പിൽ ശത്രു കീഴടങ്ങും. ദേവദാസന്മാരൊക്കെ സ്റ്റേജിൽ കയറി ഈ ശക്തിയെക്കുറിച്ച് അങ്ങോട്ട് പ്രസംഗിക്കുമ്പം ഭൂതങ്ങളൊക്കെ അലറാൻ തുടങ്ങും. അതിൻ്റെ കാരണം എന്താ? ഈ ശക്തിയുടെ മുമ്പിൽ മറ്റൊരു ശക്തി ഇരിക്കത്തില്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. എനിക്കൊരു വെളിപ്പാട് നിങ്ങളോട് പറയാനുണ്ട്. ഇന്നൊരു അധികാരത്തിൻ്റെ പകർച്ച ഇവിടെ നടക്കും. വിശ്വാസമുണ്ടോ? നിന്നെക്കൊണ്ട് ചിലതൊക്കെ ദൈവം ചെയ്യിക്കാൻ പോവുക. ചില ദിവസത്തിനകത്ത് നിന്റെ കുടുംബത്തിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. ശത്രു അടച്ചിട്ടതെല്ലാം കാത്തിരുന്ന ശക്തി പുതുക്കുകയെ. ആ ചെക്ക് ഷർട്ട് ഇട്ട് അച്ഛനൊന്ന് കൈവെക്കോ. ദൈവം പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുക. പഴയ കാര്യമല്ല, പുതിയ പുതിയ കാര്യങ്ങൾ. ചില ദിവസത്തിനകത്ത് ഒരു പുതിയ കാര്യം നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ തുടങ്ങിയാൽ നിൻ്റെ അവസ്ഥകളെല്ലാം മാറും. ഇപ്പോൾ നിൻ്റെ കുടുംബത്തിലേക്ക് ഒഴുകുന്ന ചില നന്മയുടെ കവാടങ്ങൾ ശത്രു അടച്ചു വച്ചിരിക്കുക. എന്നോട് ദൈവം പറയുക, ആ അടച്ചു വച്ച കവാടങ്ങളെ ദൈവം തുറന്ന് നിൻ്റെ വീടിനകത്തോട്ടൊരു ഒഴുക്കയക്കാൻ പോവാ. എത്ര ശ്രമിച്ചിട്ടും ഒന്ന് എഴുന്നേറ്റൂടെ നിൽക്കാവോ? ഒറ്റയ്ക്കേ വന്നിട്ടുള്ളോ? ജീസസ്. എത്ര ശ്രമിച്ചിട്ടും, എത്ര അധ്വാനിച്ചിട്ടും, എത്ര പരിശ്രമിച്ചിട്ടും ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് നിങ്ങൾക്ക് ഉയരാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ ശരിയാണോ? ഇന്ന് ആ തടസ്സം, ഇന്ന് നീ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, നിൻ്റെ വലത് കൈ തന്നെ ഞാൻ ഉയർത്തി പിടിപ്പിച്ചേക്കുന്ന എന്തിനാണെന്നറിയാമോ? ആ കയ്യിൽ തമ്പുരാനെന്ന് പിടിക്കുക. നിനക്ക് ഈ തോളുകൾക്ക് ഒരു ബലഹീനതയുണ്ട്, രണ്ട് തോളിനും ഇല്ലേ? ഇല്ലേ? ആ ബലഹീനത നിമിത്തം ഇവിടെ നിന്നൊരു വേദന നിനക്ക് ആരംഭിച്ചാൽ അത് കയ്യുടെ വിരൽത്തുമ്പ് വരെ വരും. ജീസസ്. അതിനിമിത്തം എൻ്റെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടോ എന്നൊരു ടെൻഷനുണ്ട് ഇപ്പം. ഇല്ല, നിൻ്റെ മേൽ വെച്ച മുഖം ഇന്ന് പൊട്ടും. നിന്നെ എഴുന്നേപ്പിച്ച് നിർത്തി സൗഖ്യമാക്കും. സൗഖ്യമാക്കുന്ന കരം പരിശുദ്ധാത്മാവ് നിന്നെ തൊടുക. റബന ഹംസന ബബ. എവിടൊക്കെയോ ചില ബലഹീനതകൾ ദൈവം എടുത്തു മാറ്റുക. പ്രാർത്ഥനയുടെ നടുവിൽ റബന ഹംസന. ഇതിനകത്ത് വലിയ ദൈവപ്രവൃത്തി നടക്കുക. ഇതിനകത്ത് വലിയ ദൈവപ്രവൃത്തി നടക്കുക. അച്ഛാ, ഇവിടെ വരെ ഒന്ന് വരാമോ? നന്ദി കർത്താവേ. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണോ? അതെ. ഈ കൈക്ക് ഇവിടം തൊട്ട് ഇവിടം വരെയാ പ്രശ്നം. എത്ര ശ്രമിച്ചിട്ടും ഉയരാൻ കഴിയാത്ത നിന്റെ അന്തരീക്ഷം, നിനക്കുള്ള ഒന്നിനെ ദൈവം അനുഗ്രഹിക്കാൻ സമയമായി. ജീസസ്. അദ്ദേഹം ഒരു മിനിറ്റ് അവിടെ നിൽക്കട്ടെ. ഈ മോനോട് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റോടാ. ജീസസ്. നിന്റെ തലയ്ക്ക് മുകളിൽ നിനക്ക് ഭയങ്കര ഭാവി ദൈവം കാണിക്കുക. ഒന്നോടൊന്നും മുറിയാത്ത വള കയ്യെ കിടക്കുന്ന പോലെ ഇവനെ ചുറ്റിയിട്ടേക്കുന്ന എല്ലാ വളകളും ഇന്ന് പൊട്ടിക്കും.
നിന്നെ ദൈവം പുറത്തിറക്കും. നീ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്കിതിനകത്ത് ഭയങ്കര ദൈവപ്രവൃത്തി നടക്കുക. ഈ സമയത്ത് അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ നടക്കുക. ഈ അത്യന്ത ശക്തി വ്യാപരിക്കാൻ പോവുക. വിട്ടുമാറാത്ത രോഗബാധകൾ അഴിയുക. റമന ഹംസനാദഗസി. ചില ശരീരങ്ങളിൽ ഇന്ന് ഒരു അത്യന്ത ശക്തി, ഒരു അത്യന്ത ശക്തി. ആ പുറകിൽ മഞ്ഞ ഷാലിട്ട മോളോട് എഴുന്നേറ്റോ. നമ്മൾ ചിലയിടത്ത് പൈസ അടയ്ക്കുമ്പോ റെസിപ്റ്റ് മുറിച്ച് കൈ തരും. റെസിപ്റ്റ് അതിനർത്ഥം നീ അത് പേ ചെയ്തു എന്നർത്ഥം. ഇതുപോലെ നിനക്ക് ദൈവം ഒരു റെസിപ്റ്റ് കട്ട് ചെയ്ത് ഒരു അപ്രൂവലിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നവളാ. ആണോ? ആണോ? ഇന്ന് അപ്രൂവൽ ഞാൻ ആത്മാവിൽ കാണുന്ന വിഷനാ പറയുന്നത്. ഈ ചർച്ചിനകത്ത് റിവൈവൽ നടക്കാൻ പോവാ. നീ ഒരു അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിനക്ക് അപ്രൂവൽ. അച്ഛാ, ഇവിടെ ഞാൻ നിർത്തിയേക്കുന്നേ. അച്ഛൻ്റെ വീട് വരെ ഒരു ദൈവശക്തി വ്യാപരിക്കുക. ഞാൻ ഇവിടെ നിർത്തിയേക്കുന്നതാണ്. അച്ഛൻ്റെ വയറ് തൊട്ട് നടുവരെ ഒരു ബെൽറ്റ് കൊണ്ട് ചുറ്റിയേക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. ഇന്നത് പൊട്ടുവാ. നിന്റെ വയറ് തൊട്ട് നടുവരെ സൗഖ്യത്തിന്റെ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ. ഞാൻ എഴുന്നേപ്പിച്ച് ആരും ഇരിക്കരുത്. എനിക്ക് ദൈവാത്മാവ് ദൂത് പറയുക. റമന, ചില വീടുകൾക്കകത്ത്, ചില വ്യക്തികൾക്കകത്ത് ഹീലിംഗ് പവർ, സൗഖ്യമാകുന്നവർ നിന്റെ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചോ. യേശു നിന്നെ, നിങ്ങളുടെ അടുക്കൽ ആരും നിപ്പില്ല, പക്ഷെ യേശു നിന്നെ സൗഖ്യമാക്കും, സൗഖ്യമാക്കും. ഗ്ലോറി, ഗ്ലോറി. നിങ്ങൾ ഒരു നിമിഷം കൂടെ എന്നെ ശ്രദ്ധിച്ചേ. ഒരു ഭയങ്കര ദൈവപ്രവൃത്തി നടക്കുക. അച്ഛാ, ഞാൻ ആ ഗതികേട് മാറാമെന്ന് പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ജീസസ്, അച്ഛൻ്റെ ശരീരം വിറയ്ക്കുന്നതിന് ജീസസ്. അച്ഛാനിൽ അസാധാരണമായൊരു ദൈവശക്തി വ്യാപരിക്കുക. ആ മനുഷ്യൻ എന്നെ കൂടെ അദ്ദേഹം വിറപ്പിക്കത്തക്ക രീതിയകത്തിൻ്റെ കൈ വിറച്ചുകൊണ്ടിരിക്കുക. എന്നോട് ദൈവം പറയുക, ഒരു അസാധാരണ ദൈവപ്രവൃത്തി. ശത്രു തോറ്റുപോയി എന്ന്. മോളെ, നിനക്കൊരു റെസിപ്റ്റ് കട്ട് ചെയ്യുമ്പം തന്നെ നിന്റെ തലയുടെ വലത് സൈഡിൽ ചെവിയിൽ നിന്നിടെ മുകളിൽ നിന്ന് മുകളിലോട്ട് കയറുന്ന ഭാഗത്ത് ജീസസ് നിനക്കൊരു വേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? എത്ര നാളായിട്ടുണ്ട്? 1 month. The name of Jesus. ഇപ്പോൾ ആ healing. Holy Spirit. ഇതിനകത്ത് അസാധാരണമായ തൊട്ട് മുമ്പിലിരിക്കുന്ന ആന്റിയുടെ എഴുന്നേറ്റ്. നിങ്ങളുടെ തൊണ്ടയിൽ കർത്താവ് വന്ന് ഇങ്ങനെ പിടിക്കുക. കാരണം നിങ്ങളുടെ തൊണ്ടയ്ക്കൊരു പ്രശ്നമുണ്ട്. ശരിയാണോ ഞാൻ പറയുന്നത്? ആണോ? ജീസസ്. അത് നിമിത്തം അതിൻ്റെ ഒത്ത ഭാഗത്ത് ഇങ്ങനെ കൈ അകത്തോട്ട് താത്താൻ ചെന്ന് നിൽക്കുന്നത് ഒരു കനം പോലൊരു സാധനത്തില. ആണോ? എത്ര നാളായിട്ടുണ്ട്? 1 വർഷമായി. ഇപ്പോ ഈ നിമിഷം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, പക്ഷെ യേശു അവിടെ തൊടുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതെന്റെ ശക്തിയല്ല, ഇതെന്റെ ഭക്തിയല്ല, ഉയരത്തിലെ ശക്തി. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. ആന്റി ഇപ്പോഴൊന്ന് തൊട്ട് നോക്കിക്കേ, ആ കട്ടി അവിടെ ഉണ്ടോ നോക്കിക്കേ. ഓടി മുമ്പോട്ട് വാ, യേശുവിന്റെ നാമത്തിൽ. അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ,
ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. ബ്രദറെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ മുറ്റത്ത് വരുമ്പോൾ മുതൽ എനിക്കിങ്ങനെ തുടങ്ങി. ഇപ്പോൾ കോട്ടയത്താണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും മുന്നേറുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ക്ലാസ്സിലെടുക്കുമ്പോഴും അസ്വസ്ഥതയുണ്ട്. രാത്രി 12 മണിക്ക് ഇതിങ്ങനെ അസ്വസ്ഥത ഇന്നലെ ഉണ്ടായി. പിന്നെ അന്നേരം ഞാൻ പ്രസംഗം ഇപ്പൊ ഇല്ല. കണ്ടോ, തൊണ്ടയിൽ വെളിപ്പെടുന്ന മുഴകളെ എടുത്തെറിയുന്ന നിങ്ങളുടെ അടുക്കൽ ദൈവം നിൽക്കുന്നു. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകയാലും, ദൈവവചനം നിങ്ങൾ വസിച്ചതിനാലും, ശത്രുവിനെ ജയിച്ചതിനാലും ഞാൻ നിങ്ങൾ കരുതുന്നത്. എത്ര പേർ ആമീൻ പറയും? നിങ്ങൾ ശക്തരാണ്, ദുഷ്ടനെ ജയിച്ചിരിക്കുകയാണ്. മോനെ മുന്നോട്ട് വാടാ. എനിക്കറിയാം. സിസ്റ്ററുടെ മുമ്പോട്ട് വാ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽപ്പിച്ചവരെല്ലാം ഒന്ന് വാ. ബ്രദറും വാ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇവന്റെ ഭാവി, ഇവന്റെ യഥാർത്ഥമായ ആ ഒരു വിടുതൽ ഈ തലയുടെ സൈഡിലെ ബുദ്ധിമുട്ടേ ഒത്തിരി പ്രയാസം ഉണ്ടാക്കി. എനിക്ക് ഇയർ ബാലൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോയായിരുന്നു. എനിക്ക് ഭയങ്കര തലകറക്കമൊക്കെ വന്നു. പക്ഷെ ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷെ അന്നേരം എനിക്ക് നല്ലൊരു വിടുതൽ വന്നു. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ പ്രയറിന് പോകാൻ ഇറങ്ങുമ്പോൾ എനിക്ക് പിന്നെയും പുറകിലൊരു ഇപ്പോഴാ ബുദ്ധിമുട്ട്. ഇതൊരു പോരാട്ടമാണ്. നിന്റെ ശരീരത്തെ തലയെ ചുറ്റിക്കിടക്കുന്ന ആ ബന്ധനം എന്നോട് പറഞ്ഞു, ചെവിയുടെ മോളിൽ നിന്ന് 1 ഇഞ്ച് മുകളിൽ അവൾ ക്രിയേറ്റ് ആകുന്ന ആ ബന്ധനത്തെ ഇപ്പോൾ സൗഖ്യമാക്കും. അസാധാരണ ദൈവശക്തി വ്യാപരിക്കുക. 1-2 മിനിറ്റ് വചനം പറയുക. നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗി സൗഖ്യമാകും. ഇന്ന് ഈ ആരാധന തീരുന്നതിന് മുമ്പ് നിന്റെ ബന്ധനങ്ങൾ അഴിയാൻ പോവുക. ഒരു വിജയം ഉണ്ടാകും കേട്ടോ. ടെൻഷനൊന്നും വേണ്ട. ഒരു പ്രാർത്ഥന ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു വചനം കൂടെ പറഞ്ഞു നിർത്തുക. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും, ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നതിനാലും, ദുഷ്ടനെ നിങ്ങൾ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾ കരുതുന്നു. ഇവിടെ ഇരിക്കുന്ന ചില ശത്രുവിനെ കണ്ടുമ്പോൾ പേടിക്കുന്നവരല്ല, നമ്മൾ ശക്തരാ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുക. ഇന്ന് ആരാധന തീരുന്നതിന് മുമ്പ് നിന്റേതല്ലാത്തൊരു ശക്തി, നിന്റേതല്ലാത്തൊരു പ്രാപിക്കുക ആ ശക്തിയെ. Receive it, ആ ശക്തിയെ. Feel it. നിന്നെ strengthen ചെയ്യുന്ന, നിന്റെ വാർദ്ധക്യത്തെ മാറ്റുന്ന ശക്തി, നിന്റെ ബലഹീനത മാറ്റുന്ന ശക്തി, പവർഫുൾ. നിന്റെ കൈയും കാലും ബന്ധിച്ച് കിടക്കമേൽ കടത്തുന്ന, കെട്ടടിക്കുന്ന ആ ശക്തി. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാണ്. വചനം നിങ്ങളിൽ വസിക്കുന്നതിനാൽ ദുഷ്ടനെ ജയിച്ചിരിക്കുക.